ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം സ്പെഷ്യൽ കുർത്തിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ധൈര്യമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. നമ്മൾ അത്രയും സിമ്പിളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞു പോണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ തയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു മോഡൽ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സിലേക്കും അതുപോലെ തന്നെ യോക്ക് പോർഷനിലേക്കും വെക്കാനായിട്ട് ഇതുപോലെ ഫുള്ളി എംബ്രോയിഡറിയും അതുപോലെ തന്നെ സീക്വൻസും വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ തുണി ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ദേ ഇതുപോലെ ഹാഫായിട്ട് നമ്മുടെ കയ്യിലുള്ള തുണീനെ ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തുണിയുടെ മടക്കുവശം വരുന്നത് ഈ ഒരു മുകൾ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്താണ് മടക്കുവശം വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഓപ്പൺ ആണ്. ഇനി ഇതിനെ ഒരു വട്ടം കൂടി നമുക്ക് മടക്കിയിടാം. അപ്പോൾ ഒരു വട്ടം കൂടി ഇതിനെ ഹാഫായിട്ട് മടക്കുകയാണ്. നമ്മൾ സാധാരണ സ്ലീവ്സിന് 4ആയിട്ട് മടക്കില്ലേ, അതുപോലെ ഈ ഒരു തുണീനെയും ഞാൻ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തുണിയുടെ കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലാണ്. മുകൾ ഭാഗം എന്ന് പറയുന്നത് 2 പീസായിട്ട് ഇത് ഇതുപോലെ മടക്കുവശമാണ് കേട്ടോ വന്നിരിക്കണേ. ഈ ഒരു സൈഡും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അടിവശവും കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് നമുക്ക് വേണ്ട സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് 11 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് 12.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് മടക്ക് വശത്തേക്ക് 12.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 12.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് നമുക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ടേപ്പ് വയ്ക്കുന്നു. അവിടെ നിന്ന് നേരെ അടിയിലേക്ക് ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതേ 8 ഇഞ്ച് വരുന്നത് ഇവിടെയാണ്. ഇനി ഈ ഒരു ലൈൻ സ്ട്രെയിറ്റ് അടിയിലേക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നേരെ അടിയിലേക്ക് ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 8 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിൽ നേരെ ഇങ്ങോട്ട് നമുക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടേപ്പ് വെച്ച് നേരെ ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്കിതേ ഈ ഒരു പോയിന്റും സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു പോയിന്റും നമുക്കൊന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വരച്ച ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ പകുതി കണ്ടിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്ലീവ് കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു ലെങ്ത്ത് എത്രയാണെന്ന് ഞാൻ അളന്ന് നോക്കി. അതിൻ്റെ കറക്റ്റ് പകുതി കണ്ടിട്ട് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഈ ഒരു ലെങ്ത്തിൻ്റെ കറക്റ്റ് പകുതി കണ്ട് ഞാൻ ഈ ഒരു ലൈനിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സാധാ പോലെ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ഈ ഒരു ലൈനിൻ്റെ പുറത്തേക്കായിട്ട് നമുക്ക് കർവ് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു അടിവശത്ത് ഈ ഒരു ലൈനിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് ഭംഗിയായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ലീവ് ഓപ്പണിൻ്റെ അവിടെ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ 5 ഇഞ്ച് എവിടെയാണോ വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു 4.5 ഇഞ്ചിൽ അവിടുത്തെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് ഞാൻ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ ടേപ്പ് വെച്ചു 4.5 ഇഞ്ചിൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ 4.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വണ്ണം ഞാൻ 6.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വണ്ണം 6.5 ഇഞ്ച് ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് എവിടെയാണ് 6.5 ഇഞ്ച് വരുന്നത് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു പോയിന്റുകൾ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി അടിഭാഗത്തായിട്ട് നമുക്ക് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് പോണേ. അപ്പോൾ ഈ ഒരു അറ്റത്തായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മിഡിലായിട്ടും ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിലും തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഇനി തയ്യൽ തുമ്പുകളും നമുക്കൊന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ ദേ സ്ലീവ്സിൻ്റെ മാർക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഭംഗിയായിട്ട് നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സ്ലീവ് ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി വരച്ചേക്കടെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ കേട്ടോ. ഈ ഒരു തുണി ഇങ്ങനെ ആയതുകൊണ്ടാണ് മാർക്കിംഗ് അത്ര ക്ലിയർ ആവാത്തത്. ഇതാണ് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ്. ഇങ്ങനെ വന്ന് നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്നെടുത്ത് ചെറുതായിട്ട് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ സ്ലീവ് നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് വേണം ഫ്രണ്ട് ഭാഗം കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫ്രണ്ട് സ്ലീവ് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കളയാം. അപ്പോൾ ഫ്രണ്ട് സ്ലീവ് അറിയാനായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേരെ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ മാറിപ്പോവും, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് മാറിപ്പോവാണ്ടിരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സ്ലീവ് മാറിപ്പോവില്ല. അങ്ങനെ സ്ലീവ്സിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. നമ്മൾ പിടിച്ച പോലെ നിൽക്കില്ല, അങ്ങനെ വഴുതി കളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പേപ്പറിൽ എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് ഭംഗിയായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പേപ്പറിൽ എങ്ങനെയാണോ ഞാൻ മടക്കിയിടണേ ആ സെയിം മെത്തേഡിൽ തന്നെ ഈ ഒരു തുണി മടക്കിയിട്ടാൽ മതി. ഞാനിപ്പോൾ മുട്ടുസൂചിയൊക്കെ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ അത് തെന്നി മാറിപ്പോവും. അപ്പോൾ നിങ്ങളും മുട്ടുസൂചിയൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടേ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് അതിൻ്റെ കൂടെ 1-2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പാനലായിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ പാനൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു കയറ്റിറക്കം വരും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ട ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ട ലെങ്ത്ത് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് പ്ലസ് അതിൻ്റെ കൂടെ 1-2 ഇഞ്ച് ആഡ് ചെയ്യാൻ പറയണേ. അങ്ങനെ ടോട്ടൽ ഞാൻ 49 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് എടുക്കണേ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗം മുതൽ എവിടെയാണോ 49 ഇഞ്ച് വരണേ അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 49 ആണ് കേട്ടോ. ആ ഒരു ലെങ്ത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു തുണീനെ ഒന്ന് ഹാഫായിട്ട് മടക്കുക. അപ്പോൾ 49 വെച്ച് ഞാൻ ഒന്ന് തുണീനെ ഹാഫായിട്ട് മടക്കി. അപ്പോൾ ഈ ഒരു മുകൾ വശം എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ അടിവശം കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു തുണീനെ വീതിക്ക് ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ദേ തുണീനെ വീതിക്ക് ഒന്നും കൂടി ഇതുപോലെ ഹാഫായിട്ട് മടക്കുന്നുണ്ട്. അപ്പോൾ അതേ ഞാൻ തുണിയിൽ വെച്ച് മാർക്ക് ചെയ്തപ്പോൾ ഇതിൽ മാർക്കറിൻ്റെ കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോട്ട്ബുക്കിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് എത്രയാണോ ഷോൾഡർ വേണ്ടേ അതിൻ്റെ പകുതി എടുക്കുക. ഞാനിവിടെ ഷോൾഡർ 6.5 ഇഞ്ചാണ് എടുക്കണേ. അപ്പോൾ 6.5യുടെ പകുതി എന്ന് പറയുന്നത് 3.25 ഇഞ്ചാണ്. ഈ 3.25ൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 3.25 ഇഞ്ച്. കാൽക്കുലേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മടക്ക് വശത്ത് നിന്ന് ഇങ്ങോട്ട് 3.25 ഇഞ്ച് എവിടെയാണോ വരണേ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ഷേപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 3 ഇഞ്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഷേപ്പ് ലെങ്ത്ത് 14 എടുക്കണേ. അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടി ആഡ് ചെയ്തപ്പോൾ 17 ഇഞ്ച്. അപ്പോൾ ഈ ഒരു മുകളിൽ നിന്ന് നേരെ അടിയിലേക്ക് എവിടെയാണോ 17 ഇഞ്ച് വരണേ അതങ്ങ് മാർക്ക് ചെയ്യുക. ഈ 17 ഇഞ്ച് വരെ ഇതിനെ ഈ ഒരു പോയിന്റിനെ സ്ട്രെയിറ്റ് അടിയിലേക്ക് വരച്ചു കൊടുക്കുക കേട്ടോ. അതുവരെ കിട്ടിയെന്ന് വിചാരിക്കണു. ഇനി ഈ ഒരു അടിവശം ഉണ്ടല്ലോ, ഈ അടിവശത്തിൻ്റെ കറക്റ്റ് അളവ് എത്രയാണെന്ന് അളന്ന് നോക്കുക. അതിനുശേഷം അതിൻ്റെ പകുതി കണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി കണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു.
ഈ ഒരു വീതിയുടെ കറക്റ്റ് പകുതി കൊണ്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്കിത് ഈ ഒരു പോയിന്റും ജോയിൻ ചെയ്ത് അങ്ങ് വരയ്ക്കാം കേട്ടോ. ഓക്കെ, കറക്റ്റ് ആ മാർക്കിങ്ങിലേക്ക് തന്നെ വന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ അത് ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചേക്കട തന്നെ അങ്ങ് ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തുണി നമുക്ക് കറക്റ്റ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 1/2 ഇഞ്ച് കയറ്റി ഈ ഒരു കട്ടിങ്ങിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് വേണം ഈ ഒരു തുണി വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ടൊന്ന് മുട്ടുസൂചി വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യും, നേരെ അടിയിലേക്ക് ആം ഹോൾ വരയ്ക്കും, ചെസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യും, കൈക്കുഴി വരയ്ക്കും, ഷേപ്പ്, ദെൻ അടിയിലേക്ക് വിരിവ്, പിന്നെ ഒന്ന് അടിഭാഗം ഒന്ന് കർവ് ചെയ്തും വരയ്ക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ നമ്മളിനി ഇത് ചെയ്തെടുക്കാൻ പോണേ. ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണു. അപ്പോൾ ഈ ഒരു തുണിയിൽ എത്രത്തോളം എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ നോക്കാം കേട്ടോ. നമ്മൾ പേപ്പർ എങ്ങനെയാണോ മടക്കിയത് ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഞാൻ ഇവിടെ മെയിൻ ക്ലോത്ത് മടക്കിയിട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ ഈ ഒരു സൈഡിൽ കിടക്കണേ. അതുപോലെ തന്നെ ഈ ഒരു മുകൾ വശം 2 പീസായിട്ട് മടക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ ഈ ഒരു മുകൾ ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി, ഞാൻ 6.5 എടുക്കണേ. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 3.25 പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് ഞാനിവിടെ മുകൾ ഭാഗത്തേക്കായിട്ട് 3.25 ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ മാർക്ക് ചെയ്യണേ. അപ്പോൾ 3.25 ഇഞ്ച് ഇവിടെയാണ് പറഞ്ഞത്. ഞാൻ അവിടെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെയാണ് മാർക്ക് ചെയ്തത്. ഇനി നേരെ അടിയിലേക്ക് നമ്മുടെ ഷേപ്പ് ലെങ്ത്തിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് ഞാൻ 17 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 14ആണ് ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യാറ്. അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് 17 ഇഞ്ച്, കറക്റ്റ് 17 ഇഞ്ചിൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ 17 ഇഞ്ചിലും നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത 3.25 ഇഞ്ച്, ആ ഒരു 3.25 ഇഞ്ച് ഞാൻ അടിയിലും മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 17 ഇഞ്ചിൻ്റെ അവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റ് മുകളിലെ പോയിന്റ് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ സ്ട്രെയിറ്റ് വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ക്യാമറ നേരെ തുണിയുടെ അടിവശത്തേക്ക് കാണിക്കാം കേട്ടോ. ഒറ്റ ഫ്രെയിമിൽ ഇത് കാണിക്കാൻ പറ്റില്ല, നല്ല ലെങ്ത്ത് ഞാൻ കൂടുതൽ എടുത്തോണ്ട്. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് അടിവശമാണ് കേട്ടോ. നോക്കിയേ, ഇവിടെയാണ് നമ്മുടെ 17 ഇഞ്ച് വരണേ. നമ്മൾ സ്ട്രെയിറ്റ് 17 ഇഞ്ച് വരെ വരച്ചിട്ടുണ്ട്. ഇനി നേരെ അടിയിലേക്ക് നോക്കുക. നേരെ അടിവശത്തായിട്ട് ഈ ഒരു അടിവശത്തെ ലെങ്ത്ത് എത്രയുണ്ടെന്ന് കറക്റ്റ് അളന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് ഇതുപോലെ അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അടിവശത്തെ ആ ഒരു വീതിയുടെ കറക്റ്റ് പകുതി മാർക്ക് ചെയ്യുക. അപ്പം ഇതുപോലെ ടേപ്പ് കറക്റ്റ് പകുതി ആക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെയാണ് കറക്റ്റ് പകുതി വരുന്നത്. ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതാണ് കേട്ടോ ആ ഒരു പോയിന്റ്. ഇനി നോക്കുക, ഈ ഒരു പോയിന്റും നമുക്കൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുക കേട്ടോ. ഈ ഒരു പോയിന്റും നമ്മളിപ്പോൾ പകുതി മാർക്ക് ചെയ്ത പോയിന്റും ഇല്ലേ, ഈ ഒരു പോയിന്റ് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു. ഇനി വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ
നമ്മൾ ഭംഗിയായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം മുതൽ അടി വരെ കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തതായിട്ട് ഈ ബാക്കി വന്ന പീസ് ഉണ്ടല്ലോ, ഈ ബാക്കി വന്ന പീസ് നമ്മൾ തിരിച്ചു വെക്കൂ കേട്ടോ. ഞാൻ പേപ്പർ എങ്ങനെയാണോ കാട്ടി അതുപോലെ തന്നെ ചെയ്താൽ മതി. ഈ ഒരു അറ്റ ഭാഗം എടുക്കുക. അതെ, ഈ ഒരു അറ്റ ഭാഗം ഉണ്ടല്ലോ, ഇത് എടുക്കുക. ഇതിൻ്റെ അരികു വശം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. ഈ ഒരു പീസ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വെക്കൂ കേട്ടോ. ഇത് ഇങ്ങനെ എടുക്കുക. ഈ ഒരു സ്ട്രെയിറ്റ് വരുന്ന ഭാഗം നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കും. ഞാൻ പേപ്പർ എങ്ങനെയാണോ കാട്ടി അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. വേറെ ഒരു ഡിഫറൻസും ഇല്ല, കറക്റ്റ് അതുപോലെ തന്നെ ചെയ്യാം. നോക്കുക, ഈ ഒരു സ്ട്രെയിറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു സ്ട്രെയിറ്റ് വരുന്ന ഭാഗം നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കും. ഈ ഒരു ആദ്യം നമ്മൾ കട്ട് ചെയ്ത പാനലിനോട് ചേർത്ത് വെക്കും. ചേർത്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 1/2 ഇഞ്ച് കയറ്റി വേണം വെക്കാനായിട്ട്. കാരണം തയ്യൽ തുമ്പും കൂടി നമ്മൾ കണക്കാക്കിയിട്ടാണ് കേട്ടോ വെക്കണേ. 1/2 ഇഞ്ച് ഈ ഒരു തുണിയുടെ മുകൾ ഭാഗത്തേക്ക് കയറ്റി വയ്ക്കുക. അങ്ങനെ അറ്റം വരെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തോളൂ കേട്ടോ. ഇതേ കറക്റ്റായിട്ട് 1/2 ഇഞ്ച് കയറ്റി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നോക്കുക, അടിവശത്ത് നല്ല വിരിവ് നമുക്ക് ഫ്ലെയർ കിട്ടും കേട്ടോ. നല്ല ഫ്ലെയർ അടിവശത്തേക്ക് കിട്ടും. ഇനി കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മുട്ടുസൂചി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു മുകൾ ഭാഗത്ത് മുട്ടുസൂചി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവുക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ദേ ജോയിൻറ്റ് വരുന്നിടത്തൊക്കെ മുട്ടുസൂചി വെച്ച് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തുണി ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ കോട്ടൺ തുണിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മുട്ടുസൂചി ഇങ്ങനത്തെ ജോർജറ്റൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ മുട്ടുസൂചി വെച്ച് പിൻ ചെയ്തിട്ട് മാത്രം കട്ട് ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കുമ്പോൾ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ സാധാരണ ടോപ്പിൻ്റെ മെഷർമെൻറ്റ്സ് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എ ലൈൻ്റെ മെഷർമെൻറ്റ്സ് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യണേ. നമ്മളിവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് വെച്ചുകൊണ്ട് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു മുകൾ ഭാഗത്ത് ഷോൾഡർ ഞാൻ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നേരെ അടിയിലേക്ക് ഞാൻ ആം ഹോളും 6.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതേ 6.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ 6.5 ഇഞ്ച് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആം ഹോൾ എൻഡ് ചെയ്ത പോയിന്റിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ആം ഹോൾ എൻഡ് ചെയ്ത പോയിന്റിൽ 9.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എവിടെയാണോ 9.25 ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണോ 9.25 വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു ലൈൻ സ്ട്രെയിറ്റ് അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ചെസ്റ്റിൻ്റെ അവിടെ ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കേട്ടോ. അപ്പോൾ 9.25 ഇഞ്ച് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തു. ഇനി നേരെ 14 ഇഞ്ച് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് 14 ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി 14 ഇഞ്ച് നമ്മുടെ ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഷേപ്പിൻ്റെ അവിടുത്തെ 8.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അവിടെയും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ച് തന്നെയാണ് തയ്യൽ തുമ്പ്. ഇനി 2 പോയിന്റുകളൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. ഇനി മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് നമ്മുടെ സ്ലിറ്റ് ഓപ്പണിൻ്റെ ആ ഒരു ഭാഗമൊക്കെ വരണ അവിടെ ഞാനൊരു 18.5 ഇഞ്ച് കേട്ടോ. അപ്പോൾ ഈ 18.5 ഇഞ്ച് വരണോടത്ത് ഞാനൊരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അവിടെയും ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ കുറച്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ ഞാൻ അധികം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നില്ല. ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റുകളൊന്ന് ജോയിൻ ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം. ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ആം ഹോൾ വരച്ചു കൊടുക്കാം. അതിനായിട്ട് അടിയിൽ നിന്ന് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അടിവശത്തു നിന്ന് ഒരു 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒന്ന് കർവ് ചെയ്ത് നമ്മുടെ ആം ഹോളിന്റെ ഷേപ്പ് വരയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ആം ഹോളിന്റെയും ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ അടിയിലേക്ക് ഫുൾ ഫ്ലെയറിൽ എത്രയാണോ കിട്ടണേ അതുവരെ നമ്മൾ എ ലൈനിൽ വരയ്ക്കില്ലേ, അതുപോലെ ഒന്ന് ചെരിച്ചറ്റം വരെ അങ്ങ് വരച്ചു കൊടുക്കുക കേട്ടോ. ഇവിടെയാണ് നമ്മൾ 18 ഇഞ്ച് മാർക്ക് ചെയ്തേ. ആ ഒരു പോയിന്റിൽ നിന്ന് ദേ അറ്റം വരെ നമുക്ക് സാധാരണ എ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യില്ലേ, ഫുൾ ഫ്ലെയർ കിട്ടണ പോലെ നമുക്ക് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് ഈ ഒരു അറ്റത്തേക്ക് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അങ്ങ് ഭംഗിയായിട്ട് അങ്ങ് കണക്ട് ചെയ്ത് വരയ്ക്കാം. അങ്ങനെ ഭംഗിയായിട്ട് ഫുൾ ഫ്ലെയറും കിട്ടുന്ന പോലെ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അടിഭാഗത്തായിട്ട് നമ്മുടെ ഇവിടെ തൂങ്ങിക്കിടക്കാണ്ടിരിക്കാനായിട്ട് ഒരു 2.5-3 ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനൊരു 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അടിവശത്തുനിന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ചോളം മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതങ്ങ് നമുക്കൊന്ന് കർവ് ചെയ്ത് അങ്ങ് വരയ്ക്കാം കേട്ടോ. നമ്മൾ സാധാരണ എ ലൈനിൽ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ ദേ ഈ ഒരു പോയിന്റിൽ നിന്ന് ബോർഡിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് അങ്ങ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഭംഗിയായിട്ട് വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ അറ്റം വരെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മുകൾ ഭാഗത്തും അടിവശത്തും ഇതുപോലെ മീൻസ് മടക്ക് വരുന്ന ഭാഗമുണ്ട്. ആ ഒരു മടക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ അടിവശത്തും ഉണ്ട്, അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ മടക്ക് വശമൊക്കെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിവശവും ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാനൽസ് ഒക്കെ ജോയിൻ ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലെ മാത്രം 2 പീസ് എടുത്തിട്ട് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടായാലും ഫ്രണ്ടിലെ ആം ഹോള് മറക്കാണ്ട് കുഴിച്ച് കട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ ഈ ഒരു പാനൽസ് ജോയിൻ ചെയ്തതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് പാനൽസ് ജോയിൻ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. സ്റ്റിച്ചിങ് വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ കട്ടിങ് വീഡിയോ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 1-2 വട്ടം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ സെൻറ്റർ പാനലാണ് നിവർത്തിയിട്ടിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്റർ പാനൽ. ഇതിൻ്റെ ഇവിടേക്ക് ഒരു പാനൽ വരും, അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്കും ഒരു പാനൽ വരും കേട്ടോ. ഫ്രണ്ടിലേക്ക് വെക്കാനായിട്ട് ഞാൻ ഫ്രണ്ടിൻ്റെ സെൻറ്റർ പോർഷനിലേക്കായിട്ട് നമ്മൾ സ്ലീവിന് കട്ട് ചെയ്തില്ലേ, ആ തുണി ബാക്കിയുള്ളത് ഞാൻ ദേ ഫ്രണ്ടിലേക്ക് വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു സെൻറ്റർ പാനലിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ ഈ ഒരു പാനലിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത്, ഈ ഒരു സെൻറ്റർ പോർഷനിലേക്ക് നമ്മൾ ഈ ഒരു സീക്വൻസിൻ്റെ തുണി എടുത്തിരിക്കുന്നത് 13.5 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ. 13.5 ഇഞ്ച് ലെങ്ത്തിലാണ് തുണി ഞാൻ എടുത്തിരിക്കണേ. ഈ ഒരു അടിവശം മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ച് പോവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം കറക്റ്റ് ഇതുപോലെ തന്നെ വെച്ചിട്ട് ഈ ഒരു പാനലിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇനി ആദ്യം തന്നെ അതാണ് കേട്ടോ ചെയ്യാൻ പോണേ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാനിവിടെ പാനൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഭംഗിയായിട്ട്. ഇനി നമുക്ക് ഇങ്ങോട്ടുള്ള പാനൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു പാനലിൻ്റെ നല്ല വശമാണ് കേട്ടോ. ഈ ഒരു നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഈ ഒരു സൈഡിലേക്കുള്ള പീസ് ചേർത്ത് വയ്ക്കാം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് വേണം ഈ ഒരു സൈഡിലേക്കുള്ള പീസിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കാനായിട്ട്. അതിനുശേഷം കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു അരികത്തിക്കടെ അറ്റം വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ച് അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് പോവാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ദേ ഇങ്ങനെ വരും കേട്ടോ. ഇതുപോലെ വരും ഈ ഒരു ഭാഗം. കാണാലോ, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിത് കിട്ടും.
നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡും ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലും രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വയ്ക്കുക. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് നിവർത്തുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് 3 പാനൽസും കിട്ടും. സെൻറ്ററിൽ ഈ ഒരു വർക്ക് വരുന്ന പീസും വരും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് പോർഷൻ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്ക് പോർഷനിൽ നമ്മൾ ഈ ഒരു പീസ് മാത്രം ആഡ് ചെയ്യുന്നില്ല, ബാക്കി സ്റ്റിച്ചിങ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനിങ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മളിതേ ഒരു സൈഡിലേക്കുള്ള പാനൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടോ. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്കുള്ള പാനലും ഇതേ മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ പാനൽസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 2 സൈഡിലേക്ക് നമ്മൾ പാനലൊക്കെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഫ്രണ്ടിലെ ആംഹോൾ നമുക്കൊന്ന് ചെറുതായിട്ട് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഈ ഒരു സെൻറ്റർ വെച്ച് ഇതിനെ ഹാഫായിട്ട് മടക്കുക. ആംഹോളിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ആംഹോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതേ ചെറുതായിട്ട് നമ്മൾ ഫ്രണ്ടിലെ ആംഹോൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. ഫ്രണ്ട് പാനൽ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഞാനിവിടെ ബാക്ക് പാനലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ സെൻറ്റർ പോർഷനിലൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇതേ ഭംഗിയായിട്ട് തന്നെ നമ്മൾ പാനൽ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് പോർഷൻ വെച്ചിട്ട് ലൈനിങ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. നമ്മൾ ലൈനിങ് കട്ട് ചെയ്യണേക്ക് മുമ്പായിട്ട് ഈ ഒരു അടിവശത്ത് ഏറ്റക്കുറച്ചിലുണ്ടോ നോക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ഇതുപോലെ ഹാഫായിട്ട് മടക്കി ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഏറ്റക്കുറച്ചിലുള്ള ഭാഗം അങ്ങ് കട്ട് ചെയ്ത് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതങ്ങ് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് അങ്ങ് കട്ട് ചെയ്ത് റെഡിയാക്കുക. അല്ലെങ്കിൽ വൃത്തികേടായിരിക്കും. അപ്പോൾ ഈ ഒരു അടിഭാഗം ഞാൻ ഭംഗിയായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ മെയിൻ പീസ് വെച്ചിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ബാക്ക് പോർഷൻ്റെ മെയിൻ പീസ് വെച്ചിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ 4 ലൈനിങ് തുണി മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെയാണോ മെയിൻ ഫാബ്രിക് മടക്കിയിട്ട് അതുപോലെ തന്നെ മടക്കി ഇട്ടാൽ മതി. നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ ലൈനിങ് മടക്കില്ലേ, ആ സെയിം മെത്തേഡിൽ ലൈനിങ് തുണി 4 മടക്കി ഇടുക. അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മെയിൻ ഫാബ്രിക് ഇല്ലേ, അത് ഇതുപോലെ ഹാഫായിട്ട് മടക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടും നീല ക്ലോത്ത് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാത്തതാണ്. ഇനി കറക്റ്റ് ഇതേ ഷേപ്പിൽ കൂടെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ലെങ്ത്ത് എടുക്കുമ്പോൾ മെയിൻ ഫാബ്രിക്കിനേക്കാൾ ഒരു ഇഞ്ച് കുറച്ചിട്ടോ 1.5 ഇഞ്ചോ കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി ഭംഗിയായിട്ട് നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് മെയിൻ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് തുണിയിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ലൈനിങ് തുണിയിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ നെക്കിൻ്റെ വീതി 4 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിരിക്കണേ. നെക്കിൻ്റെ വീതി 4 ഇഞ്ച്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ച്. അപ്പോൾ 4 ഇഞ്ചിലും 5.5 ഇഞ്ചിലും ഞാനൊരു ബോക്സ് വരച്ചു. ഇനി ഇതിൽ നമുക്ക് വേണ്ട നെക്കിൻ്റെ ഡിസൈൻ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു സ്ക്വയർ യു പാറ്റേൺ ആണ് കേട്ടോ വരച്ചു കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ സ്ക്വയർ യു പാറ്റേൺ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതൊന്ന് ബാക്കോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലും ഇതേ പാറ്റേൺ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് പോർഷനിലും ഞാൻ നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ബാക്കിൽ നെക്കിൻ്റെ വീതി 4 ഇഞ്ച്, ഇറക്കം ഞാൻ 5 ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കണേ. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും കിട്ടും കേട്ടോ. വരച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ജസ്റ്റ് ഇതുപോലെ അങ്ങ് നിവർത്തിയിടുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ അതേ ഫ്രണ്ടിലെ നെക്ക് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് പോർഷനിലും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിലും സെയിം നെക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കണേ. വീതി ഇങ്ങോട്ട് 4 ഇഞ്ച്, ഇറക്കം 5 ഇഞ്ച്. എന്നിട്ട് ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട്, ഇത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമാണ്, അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് ഇല്ലേ, നെക്ക് വരച്ച് ആ ഒരു ലൈനിങ് ഇതുപോലെ ചേർത്ത് വെക്കുക. ഇനി നമുക്ക് ഈ വരച്ചേക്കട തന്നെ 2 വട്ടം അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചുറ്റിനും നമ്മൾ സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ കേട്ടോ. അപ്പം ഞാൻ ഫ്രണ്ട് എങ്ങനെയാണോ ചെയ്യണേ ആ സെയിം മെത്തേഡിൽ തന്നെ ബാക്കും ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പം നമുക്കിതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു നെക്കിന് ചുറ്റും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തേന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് അതേ ഷേപ്പിന് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. സാധാരണ നെക്ക് എങ്ങനെയാണോ ചെയ്യണത് അതുപോലെ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ അപ്പോൾ സിമ്പിളായിട്ട് ഇതുപോലെ അടിച്ചു മറിക്കുന്നേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തേന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കുറച്ച് കയറ്റിയിട്ട് അതേ ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ നെക്കൊക്കെ ചെയ്യണ പോലെ നമുക്ക് നെക്കിന് ചുറ്റും ചെരിച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നെക്കിന് ചുറ്റും ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് തുണി ബാക്കോട്ട് മറിച്ചെടുക്കാം. അങ്ങനെ അതേ ഭംഗിയായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ആം ഹോളുകളൊന്ന് ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ നെക്കൊക്കെ പതിച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ബാക്ക് പോർഷൻ നല്ല വശം ചേർത്ത് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചു. ഫ്രണ്ട് പോർഷൻ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ബാക്ക് പോർഷൻ നല്ല വശം ചേർത്ത് വെച്ചു. ഇനി നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഷോൾഡറൊക്കെ ഭംഗിയായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അടിവശം മടക്കി ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ലീവിൽ ലൈനിങ് കൊടുക്കുന്നില്ല. ലൈനിങ് വെക്കേണ്ടവർക്ക് അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്ലീവിൻ്റെ അരികുവശം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ്. നമ്മുടെ ഷോൾഡർ ജോയിൻറ്റും സ്ലീവിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് ചേർത്ത് വയ്ക്കുക കേട്ടോ. അങ്ങനെ ഷോൾഡർ ജോയിൻറ്റും സ്ലീവിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ തുണിയുടെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ചേർന്ന് വരുന്ന പോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മൾ സാധാരണ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യണ പോലെ തന്നെയാണ് കേട്ടോ, ഒരു ഡിഫറൻസും ഇല്ല. ഭംഗിയായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം.
അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ രണ്ട് സൈഡിലും സ്ലീവൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സൈഡ് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സൈഡ് ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു പോയിന്റ് വരെ മെയിൻ ക്ലോത്തും ലൈനിങ് തുണിയും ഒരുമിച്ച് വെച്ച് ഷേപ്പ് ചെയ്യുക. ഞാനൊരു 16.5 ഇഞ്ച് വരെയാണ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുമിച്ച് വെച്ച് ഷേപ്പ് ചെയ്തത്. അതിനുശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് അടിയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് മെയിൻ ക്ലോത്ത് ഷേപ്പ് ചെയ്ത് വരിക. അതുപോലെ തന്നെ അതിനുശേഷം ലൈനിങ്ങും ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് പറയണോണ്ട് കാണിക്കുന്നില്ല. അതിനുശേഷം ഇതങ്ങ് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഭംഗിയുണ്ടാവും. ഒരു പോയിന്റ് കഴിഞ്ഞ് അടിയിലേക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടിയും ഭംഗിയുണ്ടാവുക. അതിനുശേഷം ലൈനിങ് മടക്കി അടിച്ചിട്ടില്ലെങ്കിൽ അടിഭാഗം ലൈനിങ് മടക്കി അടിക്കുക. അതിനുശേഷം മെയിൻ ക്ലോത്തും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ക്ലോത്ത്. അത് ഇതുപോലെ ലാസ്റ്റ് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം.